ചിലയാൾ ഭയങ്കര പ്രോട്ടോക്കോളാണ്. എന്തെങ്കിലുമൊക്കെ ഉമ്മയും ഉപ്പയൊക്കെ പറഞ്ഞാൽ മസല പ്രകാരം അത് പറ്റില്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇസ്ബാത്തുൽ ഹുജ്ജത്തി അലൽ വാലിദൈൻ മിൻ ഉഖൂഖിൽ വാലിദൈൻ. മാതാപിതാക്കൾക്കെതിരെ നീ മസല പറയലുണ്ടല്ലോ, അതെന്നെ ഒരു സൂക്കറുള്ള പരിപാടിയാണ്. ഷാഫി ഇമാമിനോട് ഒരാൾ ചോദിച്ചല്ലോ, ഉമ്മാനോട് തർക്കിക്കാൻ പറ്റുമോ? ഷാഫി ഇമാം റഹിമഹുല്ലാഹ് കൊടുത്ത മറുപടി, ഉമ്മാന്റെ ചെരുപ്പിനോട് തന്നെ തർക്കിക്കാൻ പറ്റൂല. ചിലപ്പോ ചില സുന്നത്ത് തന്നെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഒഴിവാക്കേണ്ടി വരും. എന്ത് സുന്നത്ത്? ഫർളിന്റെ കാര്യം തന്നെ നിങ്ങൾ നോക്ക്. ഒരാൾ സുന്നത്ത് നിസ്കരിക്കുക, നിസ്കാരം എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ്. ആള് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ വിളിച്ചു, ഉമ്മാക്ക് വിഷമാവോ എന്ന് പേടിയായി. നമുക്ക് ഉടനെ കൈകൾക്ക് പോവുക. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ പരിപാടി? അള്ളാഹുവിനോട് വർത്താനം പറയുന്ന പരിപാടി. നിസ്കാരത്തിൽ കൈകൾക്കാൻ പറ്റുമോ? പറ്റൂല. ഉമ്മ വിളിച്ചാൽ സുന്നത്ത് നിസ്കാരത്തിൽ നിന്ന് കൈകൾക്ക് പോവാ. ഉമ്മ പറയാണ്, ഇന്ന് രാത്രി ഇടയ്ക്കിടെ ഈ കറണ്ട് പോകുന്നോണ്ട്, ഇടിയും മിന്നലൊക്കെ വരുന്നോണ്ടും, മഴ പെയ്യുന്നോണ്ടും, കാറ്റ് വീശുന്നോണ്ടും എന്തോ ഒരു പേടി, തെങ്ങൊക്കെ പൊട്ടി വീണല്ലോ. എന്താ മോനെ, ഇന്നലെയും എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. ഇന്ന് എങ്ങനെ നിന്നോട് പറയലെന്ന് വിചാരിച്ചു. 27 രാവാണല്ലോ അല്ലേ, റമദാനാണ്, നീ പള്ളിയിൽ നിന്ന് കുറേ ഇബാദത്തൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടാവും. നീ ഒന്ന് ഇന്ന് ഉമ്മാക്ക് തറാവിക്ക് ഇമാമത്ത് നിന്നിട്ട് ഇന്ന് ഇവിടെ നിസ്കരിക്കോ മോനെ, ചെറിയൊരു പേടി ഉമ്മാക്ക്, എന്താണെന്നറിയില്ല, ഉപ്പാനോട് പറയാനൊരു വിഷമമാണ്, നീ ഒന്ന് നിൽക്കും. എന്താ അവിടെ മസല? വീട് നിന്നോളണം. ഉമ്മ ഞാനിവിടെ 20 റക്അത്ത് തറാവി സ്കെച്ച്, വിത്തർക്കും സ്കെച്ച്, ഉറങ്ങി പോകാതിരിക്കുക, എന്തേലും ചെയ്യോ, ഇനിയിപ്പോൾ ഉമ്മാക്ക് ഇവിടെ കൂട്ടി നിന്നോളണം.